വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന് 38 കോടിയുടെ വാർഷിക ബജറ്റ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും തൊഴിലവസരം, ഭവന നിർമ്മാണം എന്നീ മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്ന വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിജു ആക്കാട്ടുമുണ്ടയിൽ അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിലവസര സൃഷ്ടി, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വണ്ടൻമേട് പഞ്ചായത്തിന് 38 കോടിയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. 38,79,521 രൂപ വരവും 35,60,90,370 രൂപ ചെലവും 2,48,81,151 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. കാർഷിക മേഖലയ്ക്ക് 6,62 ലക്ഷം രൂപയും, മൃഗസംരക്ഷണ മേഖലയ്ക്ക് 4,53 ലക്ഷം രൂപയും, ക്ഷീരവികസനത്തിന് 36 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സമഗ്രമായ ആരോഗ്യ സംരക്ഷണത്തിനായി 39 ലക്ഷം രൂപ വകയിരുത്തിയ ബജറ്റിൽ കുടിവെള്ള വിതരണത്തിന് 18 ലക്ഷം രൂപയും കുടിവെള്ള പദ്ധതികൾക്ക് 14 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിദാരിദ്ര്യ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി 13 ലക്ഷം രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 34,70,000 രൂപയും, വയോജന ക്ഷേമത്തിനായി 11 ലക്ഷം രൂപയും, കുട്ടികളുടെ ക്ഷേമത്തിനായി 99 ലക്ഷം രൂപയും, വനിതകളുടെ ശാക്തീകരണത്തിന് 57 ലക്ഷം രൂപയും, വൈദ്യുതി ഊർജ്ജ മേഖലയ്ക്ക് 3 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമൂഹ്യ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ബിജു ആക്കാട്ടുമുണ്ട പറഞ്ഞു. മൃഗസംരക്ഷണം, ക്ഷീരമത്സരം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, പ്രത്യേകിച്ച് ശുചിത്വം, മാലിന്യ പരിപാലനം, സ്ത്രീ ശാക്തീകരണം, യുവജനക്ഷേമം, ആസ്തി സംരക്ഷണവും, പട്ടികവർഗ ക്ഷേമ പശ്ചാത്തല സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഈ ബജറ്റിൽ മുൻഗണന നൽകുന്നു. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ 168 വകുപ്പ് പ്രകാരമുള്ള 3-ാം പട്ടികയിലെ 27 അനിവാര്യ ചുമതലകളും പൊതു ചുമതലകളും പഞ്ചായത്തിൽ നിക്ഷിപ്തമായതിനെ പൂർണ്ണമായും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജി ജോണി, ലക്ഷ്മി ശരവണൻ, രമ്യ രമേശ്, മെമ്പർമാരായ സുരേഷ് ശ്രീധരൻ, ജാൻസി റെജി, GP രാജൻ, ജഗദീശൻ ആറുമുഖം, പഞ്ചായത്ത് സെക്രട്ടറി അനന്തു M നായർ, കുടുംബശ്രീ ചെയർപേഴ്സൺ അമ്പിളി രാജൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ സാമൂഹ്യ സംഘടനാ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.